കേരള സർവകലാശാലയിലെ പോരവസാനിപ്പിക്കാൻ നീക്കം. പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചു. സിൻഡിക്കേറ്റ് ചേർന്ന പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും CPM നേതൃത്വത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് സമവായ നീക്കങ്ങളിലേക്ക് കടന്നത്. കേരള സർവകലാശാലയിലെ തർക്കത്തിൽ ഒടുവിൽ സമവായത്തിന് വഴിയൊരുങ്ങി. ആദ്യം മന്ത്രി ആർ ബിന്ദുവും കേരള VC മോഹനൻ കുന്നുമ്മലും തമ്മിലുള്ള കൂടിക്കാഴ്ച. പിന്നാലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും മന്ത്രി കണ്ടു. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടു. ഇതോടെ പ്രശ്നപരിഹാരത്തിന് അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കാൻ തീരുമാനം. സമവായത്തിന് വഴിയൊരുങ്ങിയതോടെ നിലപാട് ഭയപ്പെടുത്തി മന്ത്രി ബിന്ദുവും. അങ്ങനെ പിടിവാശിയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. ആഴ്ചകൾക്ക് ശേഷം കേരള VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലെത്തി. സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ടു. വിമർശനവും തുടർന്നു. സസ്പെൻഡ് ചെയ്ത ഒരാള് ഇടിച്ചു കയറി ഈ ഫയൽ ഓരോന്നും നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് അനിൽകുമാറിനെ നീക്കാൻ അനുവദിക്കില്ലെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. രജിസ്ട്രാർ KS അനിൽകുമാർ തന്നെയാണല്ലോ ഇപ്പോഴും. സിൻഡിക്കേറ്റ് യോഗത്തിന് മുന്നോടിയായി അനുനയ നീക്കങ്ങൾ തുടരാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.